എല്ലാവർക്കും നമസ്കാരം. സങ്കീർത്തനം 121:4 പറയുന്നു, ഇസ്രയേലിൻ്റെ പരിപാലകൻ മയങ്ങുകയുമില്ല, ഉറങ്ങുകയുമില്ല. അപ്പോൾ നമ്മൾക്കറിയാം, ഇന്ന് ഇസ്രയേലും ഇറാനും ഒക്കെ തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്രയേൽ എന്ന് പറയുന്ന ആ കുഞ്ഞു രാജ്യത്തെ ഒരു ഭാഗത്ത് നിന്ന് ഇറാനുമായിട്ടുള്ള കടുത്ത യുദ്ധം, മറുഭാഗത്ത് നിന്ന് ഹൂതികളുടെ ഒരു ആക്രമണം വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ ആരാണ്? പാലസ്തീൻ അല്ലേ? പാലസ്തീൻ്റെ ഒരു പാലസ്തീൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു ആക്രമണം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മൂന്ന് രാജ്യങ്ങളും പ്രത്യക്ഷമായിട്ട് ഇസ്രയേലിനെ ആക്രമിക്കുന്നു. ഇനി അതല്ലാതെ ഈ ശത്രു രാജ്യങ്ങൾക്ക് സപ്പോർട്ട് കൊടുക്കുന്ന രാജ്യങ്ങൾ വേറെയുമുണ്ട് അല്ലേ? അപ്പോൾ അവരിങ്ങനെ അതിന് സപ്പോർട്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓർക്കുക, ഈ ഒരു കുഞ്ഞു രാജ്യത്തിന് എത്രത്തോളം പിടിച്ചു നിൽക്കുവാനായിട്ട് കഴിയും? അവർക്ക് അധികമൊന്നും പിടിച്ചു നിൽക്കുവാൻ നമ്മളുടെ മാനുഷിക ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ അവർക്ക് കഴിയത്തില്ല അല്ലേ? പക്ഷേ നമ്മൾക്കറിയാം, ഇസ്രയേലിൻ്റെ ചരിത്രം നമ്മൾക്കറിയാം. ദൈവം എങ്ങനെയാണ് അവരെ ഉള്ളം കരത്തിൽ വഹിച്ചു കൊണ്ടുവന്നതെന്നുള്ള ചരിത്രം നമ്മൾക്കറിയാം അല്ലേ? അവർ ഒരു ചെറിയ രാജ്യമായിരുന്നു. ആ ഒരു ചെറിയ രാജ്യത്തെ ശത്രുക്കൾ പിടിച്ചു കൊണ്ടുപോയി അല്ലേ? അവരെ അടിമകളാക്കി കൊണ്ടുപോയി ബാബിലോൺ പ്രവാസമൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതെല്ലാം അതിജീവിച്ചിട്ട് അവർ ഒന്ന് ചേർന്ന് വന്നിരിക്കുകയാണ്. ഒരു കൊച്ചു രാജ്യം. അവരെല്ലാം നാശം സംഭവിച്ചിടത്തു നിന്നും അവർ നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് അവർ കൈവരിച്ചിരിക്കുകയാണ്. എനിവേ, എന്തൊക്കെ നോക്കിയാലും അവരുടെ ബുദ്ധി കൊണ്ടോ ശക്തി കൊണ്ടോ അവർക്ക് പിടിച്ചു നിൽക്കുവാൻ പറ്റുന്നതല്ല അല്ലേ? ഈ ലോകത്തിൻ്റെ കാഴ്ചപ്പാടുകളും ഈ ലോകത്തിൻ്റെതായിട്ടുള്ള സംവിധാനങ്ങളും വെച്ച് നോക്കുമ്പോൾ ആ കൊച്ചു രാജ്യത്തിന് പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല. എന്നാൽ ഇസ്രയേൽ എന്ന രാജ്യത്തിൻ്റെ പവർ എന്താണ്? നമ്മൾ പറയും ടെക്നോളജികളൊക്കെ അവരുടേതാണ്, സത്യമാണ്. എല്ലാവരെ കഴിഞ്ഞ് ബുദ്ധിയും എല്ലാം അവർക്കാണുള്ളത്. നമ്മുടെ അമേരിക്കയെ എടുത്ത് നോക്കുമ്പോൾ അമേരിക്കയുടെയൊക്കെ അവിടെയുള്ള ഒരു സ്വത്തിൻ്റെ ഭൂരിഭാഗവും ആരുടെ കയ്യിലാണ്? യഹൂദൻ്റെ കയ്യിലാണ്. യഹൂദനാണ് അവിടുത്തെ മെയിൻ സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾക്കറിയാം. എന്തിനേറെ പറയുന്നു, നമ്മുടെ ട്രംപിൻ്റെ മരുമകൻ എന്ന് പറയുന്നതും ആരാണ്? ഒരു ജൂതനാണ്. ഓക്കെ, അപ്പോൾ ഈ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ പ്രിവിലേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ഏറ്റവും വലിയ ആശ്രയം എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ ദൈവമാണല്ലേ? ഇസ്രയേലിൻ്റെ പരിപാലകൻ. അതാ പറഞ്ഞിരിക്കുന്നത്, ഇസ്രയേലിൻ്റെ പരിപാലകൻ മയങ്ങുകയുമില്ല, ഉറങ്ങുകയുമില്ല. എനിക്ക് തോന്നുന്നു ചരിത്രങ്ങളോട്ടൊക്കെ പുറകോട്ട് നോക്കിക്കഴിയുമ്പോൾ ഈ നെതന്യാഹു എന്ന് പറയുന്ന ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന നമ്മുടെ ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി ആയിരിക്കുന്ന ആള്, ഇസ്രയേലിൻ്റെ ഇപ്പോൾ നയിക്കുന്ന ആ വ്യക്തി ആരാണ്? നമ്മുടെ ഒരു ദാവീദ് അല്ലേ? ദാവീദിൻ്റെ വംശപാരമ്പര്യത്തിൽപ്പെട്ട ആളാണെന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, അതിൻ്റെ എവിഡൻസുകളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എവിടെ ഒരു ആർട്ടിക്കിളിൽ ഞാനത് വായിച്ചതാണ്. ഓക്കെ, എന്തുമാകട്ടെ, പക്ഷേ ഇസ്രയേലിൻ്റെ ഓരോരുത്തരും ആർക്കുള്ളതാണ്? ദൈവത്തിനുള്ളതാണല്ലേ? അവിടെ ഒരു ശേഷിപ്പിനെ ദൈവം അവസാനത്തോളം നിർത്തും എന്നുള്ളതും സത്യമാണ്. പക്ഷേ ഇസ്രയേൽ തളർന്നു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. കാരണം എന്താണ്? അത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്, ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്, ദൈവത്തിൻ്റെ സ്വന്തം പുത്രന്മാരും പുത്രിമാരുമാണല്ലേ? അപ്പോൾ അവർ തകർന്നു പോകുവാൻ ആരനുവദിക്കത്തില്ല? ദൈവം അനുവദിക്കത്തില്ല. നമ്മൾ ഇന്ന് നമ്മളുടെയൊക്കെ ജീവിതത്തിലോട്ട് എടുത്ത് നോക്കിക്കുക. നമ്മളൊക്കെ ആരാ? നമ്മളൊക്കെ പുതിയ നിയമ ഇസ്രയേലാണ് അല്ലേ? പുതിയ നിയമ ഇസ്രയേലിലോട്ട് നമ്മളെ ദൈവം ചേർത്തിരിക്കുകയാണ്. അപ്പോൾ ഈ വചനത്തിൻ്റെ പ്രൊട്ടക്ഷൻ ആർക്കുമുണ്ട്? നമ്മൾക്കുമുണ്ട്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇസ്രയേലിൻ്റെ പരിപാലകൻ മയങ്ങുകയുമില്ല, ഉറങ്ങുകയുമില്ല. നമ്മൾക്കെതിരെ ശത്രു അല്ലെങ്കിൽ വ്യക്തികളിലൂടെയൊക്കെ പല വിധത്തിലുള്ള ആയുധങ്ങളും ഒരുക്കി കാത്തിരിക്കുമ്പോൾ നമ്മളുടെ ബലം കൊണ്ടോ, നമ്മളുടെ ശക്തി കൊണ്ടോ, നമ്മളുടെ അംഗബലം കൊണ്ടോ, അല്ലെങ്കിൽ നമ്മളുടെ എന്തെങ്കിലും പവർ കൊണ്ടോ വല്ലതുമാണോ? ഒന്നുമല്ല. നമ്മൾ എന്തിലാണ്? നമ്മളെ സംരക്ഷിക്കുന്ന ഒരു ദൈവം അല്ലേ? ഉറങ്ങാതെ മയങ്ങാതെ നമ്മളെ സംരക്ഷിക്കുന്ന ആ ഒരു ദൈവത്തിൻ്റെ ചിറകിൻ്റെ അടിയിൽ നമ്മൾ സുരക്ഷിതരായിരിക്കുകയാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മറന്നു പോകരുത്. പലപ്പോഴും നമ്മൾക്ക് അനുഗ്രഹങ്ങൾ കിട്ടിക്കഴിയുമ്പോൾ അല്ലേ, നമ്മളെ ദൈവം എവിടെയെങ്കിലുമൊക്കെ ഇരുത്തി കഴിയുമ്പോൾ നമ്മൾ ആ ദൈവത്തിനെതിരെ അല്ലെങ്കിൽ നമ്മൾ മറുതലിക്കുക. നമ്മൾക്കറിയാം, ഇന്ന് പെന്തക്കോസ്ത് സഭകളിലൊക്കെ നടക്കുന്ന പേക്കൂത്തുകളൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലേ? അധികാരങ്ങളിൽ കയറി ഇരുന്നിട്ട്. പിന്നെ ആ അധികാരം എന്ന് പറയുന്നത് നമ്മൾക്കറിയാം ഒരു ലഹരിയാണല്ലേ? അതുകൊണ്ടാണല്ലോ ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ അധികാരം കിട്ടുവാൻ വേണ്ടിയിട്ട് എന്ത് കളിയും കളിക്കുന്നത്. ഇതേ സെയിം അവസ്ഥയാണ് നമ്മളുടെ ക്രിസ്ത്യൻ മേഖലകളിലോട്ട് വന്നു കഴിയുമ്പോൾ അവരെയും ഈ അധികാരം വല്ലാതെ മത്ത് പിടിപ്പിക്കും. ആദ്യം അവർ വിചാരിക്കും, അയ്യോ ഇല്ല അത് നിങ്ങൾ നോക്കിക്കോ, ഒരു വ്യക്തി ആദ്യമായിട്ട് അധികാരത്തിലോട്ട് അങ്ങ് കയറി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അവർ ഭയങ്കര നല്ല രീതിയിലായിരിക്കും അവർ മുൻപോട്ട് പോകുന്നത്. ഭയങ്കര ഭക്തിയോടെ, ഭയങ്കര ഭയത്തോടെ ആയിരിക്കും അവർ മുന്നോട്ട് പോകുന്നത്. എന്നാൽ കാലക്രമേണ അവരുടെ ഭക്തിയും പോകും, ഭയവും പോകും, എല്ലാം പോകും. എന്നിട്ട് പിന്നെ എങ്ങോട്ട് വരും? ഈ അധികാരം എന്ന് പറയുന്ന ആ ഒരു വലിയ മത്ത് അതവരെ അങ്ങ് മൂടിക്കളയുകയാണ്, അതവരെ അങ്ങ് മത്ത് പിടിപ്പിക്കുകയാണ്. പിന്നെ അത് നിലനിർത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു കളിയാണ് പിന്നെ അവരങ്ങോട്ട് കളിക്കുന്നത്. അതാണ് ഇന്ന് പല പെന്തക്കോസ്ത് സഭകൾക്കകത്തും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾക്കറിയാം. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ ദൈവം നമ്മൾക്ക് തരുന്നൊരു വാണിംഗ് ഉണ്ട്. എന്താണ്? ഈ ഇസ്രയേലിൻ്റെ പരിപാലകനൊന്ന് കണ്ണടച്ചാൽ, കണ്ണടയ്ക്കുക എന്നല്ല,
ഇസ്രായേലിൻ്റെ പരിപാലകർ മയങ്ങുകയുമില്ല, ഉറങ്ങുകയുമില്ല. പക്ഷേ ദൈവം ചിലതൊക്കെ അനുവദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കൊക്കെ പിടിച്ചു നിൽക്കാൻ ആകുമോ എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾക്ക് ഈ ദിവസങ്ങളിൽ എന്താണ് ഓർക്കുക, നമ്മൾക്ക് ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. കാരണം എന്താണ്, ഇസ്രായേൽ എന്ന് പറയുന്ന ആ ഒരു ഒറിജിനൽ കൊമ്പിനെ ചിലതിനെയൊക്കെ ഒടിച്ച് കളഞ്ഞിട്ട് അവിടെ നമ്മളെ ദൈവം ഒട്ടിച്ച് ചേർത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഓർക്കുക, നമ്മൾ എന്താണ് ആ ഒരു ഒറിജിനൽ കൊമ്പിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മളെപ്പോഴും കടപ്പെട്ടവരായിരിക്കണം. അതുകൂടാതെ നമ്മൾ ഈ ദിവസങ്ങളിൽ എന്താണ് എന്നെ വീണ്ടെടുത്ത ദൈവത്തിന് മുൻപിൽ ഒന്ന് താഴുവാൻ, ആ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യുവാൻ, ആ ദൈവത്തിന് വേണ്ടി ഒന്ന് എരിവോടെ നിൽക്കുവാൻ, ദൈവത്തിൻ്റെ സഭകൾക്ക് വേണ്ടി എരിവോടെ നിൽക്കുവാൻ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും കൃപ തരണം. അതിന് നമ്മളത് ദൈവത്തോട് ചോദിക്കണം. കാരണം ഒരുത്തൻ എഴുന്നേറ്റാൽ അനുഗ്രഹിക്കുന്ന ദൈവമുണ്ട്, പ്രവർത്തിക്കുന്ന ദൈവമുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മറക്കരുത്. ഫൈനലി എന്താണ്, ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയുമില്ല, ഉറങ്ങുകയുമില്ല. ഓർക്കുക, അതൊരു പ്രിവിലേജാണ് നമ്മളുടെ ജീവിതത്തിൽ, അല്ലേ? നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് ആശ്വസിക്കുവാൻ, അല്ലെങ്കിൽ നമ്മൾക്കുള്ളൊരു നമ്മളുടെ ഒരു കോൺഫിഡൻസ് ആണ്. നമ്മൾ ആരാധിക്കുന്ന ദൈവം ഉറങ്ങുകയില്ല, മയങ്ങുകയില്ല. അവൻ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? അവിടുന്ന് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അവിടുന്ന് നമ്മളെ പരിപാലിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് മഹാദൈവമാണെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ ഓർക്കുക. ഒപ്പം എന്താണ്, ആ ഒരു മഹാദൈവത്തെ ഭയപ്പെടുവാനും നമ്മൾ ശ്രമിക്കുക. ഓക്കെ, എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.